കർത്താവിൽ പ്രിയരെ, കർത്താവിൻ്റെ പ്രിയ സഹോദരങ്ങളോടൊപ്പം ശിഷ്യരോടൊപ്പം തന്നെ 23 നവംബർ മാസം 25-ാം തീയതി കർത്താവിനെ ആരാധിക്കാനായി റാസൽ ഖൈമ മൗണ്ടിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. കർത്താവിൻ്റെ പ്രിയദാസൻ ബിജു ബ്രദർ ഡ്രൈവ് ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രിയദാസൻ ഡിനോ ബ്രദർ ന്യൂസിലൻഡിൽ നിന്ന് വന്നു. കർത്താവ് എന്നെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നു. ഇനിയും അനേക ദൈവദാസന്മാർ വരാനുണ്ട്. ഞങ്ങളിങ്ങനെ യാത്രയിൽ ജീവിക്കുന്ന ദൈവം അനേക ദൈവദാസന്മാരെ ഈ ഭൂമിയിൽ വളർത്തുകയും അവരെ വിളിക്കുകയും അവർ ചെയ്ത ദൈവവേലയിൽ അവർ ഭൂമിയിൽ കൊണ്ടുവന്ന ദൈവരാജ്യത്തെയും പറ്റി ഞങ്ങൾ സംസാരിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടുള്ള യാത്രയാണ്. ഈ യാത്രയിൽ ഞങ്ങൾക്കും ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ വേണ്ടി ശക്തമായി വേർപാടെടുക്കുക, മറ്റാരും ചെയ്യാത്ത കാര്യങ്ങൾ കർത്താവിനായിട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം ഞങ്ങൾക്കുണ്ട്. അതിനായിട്ടാണല്ലോ ദൈവം ഞങ്ങളെ വിളിച്ചത്. ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രി എന്ന വലിയൊരു കർത്താവിന്റെ ശരീരത്തോടും പ്രിയ ദൈവദാസനായ പ്രിയ ഷിബു ബ്രദറിന്റെ ശിഷ്യത്വത്തിൽ വളരാനും ദൈവം ഞങ്ങളെ ഒരുക്കിയത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കർത്താവായ യേശുവിന്റെ ഒരു കുടുംബത്തിലായിരുന്നു. പക്ഷെ ഞങ്ങൾ 3 പേരും 3 രാജ്യത്തിൽ ദൈവം നട്ടു. 3 രാജ്യത്തിലും ദൈവവേല ചെയ്യാൻ ദൈവം ഞങ്ങളെ ഒരുക്കി. എന്നാൽ കൃപയാൽ ഈ വർഷം ഞങ്ങളെ വീണ്ടും ദൈവവേലയ്ക്കായി ഒരുമിച്ച് കൂട്ടി. ഇനി അനേകം മക്കൾ വരാനുണ്ട് ഞങ്ങളോടൊപ്പം. പ്രിയ ഷൈനി ചേച്ചി വരാനുണ്ട്, മറ്റ് ദൈവമക്കൾ വരാനുണ്ട്, അങ്ങനെ പലരും വരാനുണ്ട്. പക്ഷെ ഞങ്ങളെ ദൈവം അതിനു മുമ്പ് തന്നെ ഒരുമിച്ച് കൂട്ടി ഞങ്ങളിങ്ങനെ യാത്രയ്ക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വാക്ക് ലിജു ബ്രദറിന് സംസാരിക്കാനുണ്ട് ദൈവത്തെ കുറിച്ച്. നമ്മുടെ ജീവിതത്തില് നമ്മളെല്ലാം ഒരു പക്ഷേ ചിന്തിച്ചിരിക്കാം, എന്നെ ഉയർത്താൻ, എന്നെ മാനിക്കാൻ ആരുമില്ല, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി, ഞാനിനി വളരുമോ, ഞാനിനി അനുഗ്രഹം പ്രാപിക്കുമോ, ഇനി എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകുമോ, ഇനി എനിക്ക് നല്ല ഡ്രസ്സ് കൊടുക്കാമോ പറ്റുമോ, നല്ല ആഹാരം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ചില അവസ്ഥകളിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ ചില സമയത്തൊക്കെ നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ യാത്ര ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മാത്രമാണ്, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ നിന്നെ വിളിച്ചൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുക. അപ്പോൾ ഈ വിശ്വസിക്കുക എന്നത് അതൊരു ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ പ്രോസസ്, ഇറ്റ്സ് എ കോംപ്ലക്സ് പ്രോസസ്. അപ്പോൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞ ഒരു പക്ഷേ നമുക്കത് കൃപയുണ്ടെങ്കിൽ മാത്രമേ വിശ്വാസം നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ വളരത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ആത്മീയതയിൽ നിങ്ങൾ ഒരു പക്ഷേ അടിമയായിട്ട് ജനിച്ചവരായിരിക്കാം, ഒരു പക്ഷേ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ അവർ ജനിച്ചവരായിരിക്കാം, ഒരു പക്ഷെ നിങ്ങൾക്ക് സമ്പത്തുകളെല്ലാം ഉണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് സമാധാനമില്ല എങ്കിൽ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് സമാധാനവും നിങ്ങൾക്ക് സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ലഭിക്കണമെങ്കിൽ ഞങ്ങൾ വന്നൊരു വഴിയുണ്ട്. ആ വഴിയാണ് ക്രിസ്തു എന്ന വഴി. ഈ വഴിയിൽ കൂടെ നിങ്ങൾ വരുവാനും ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ യേശുവിന് ഈ ഉച്ചയുടെ സമയത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങളെ ഈ വീഡിയോ കാണുന്ന, നിങ്ങളുടെ ഈ ഓഡിയോ കേൾക്കുന്ന അനേക ദൈവമക്കൾ ഒരു പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചോദ്യചിഹ്നം ആയിരിക്കുന്ന സമയത്തായിരിക്കാം ഒരു പക്ഷേ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ യേശുവിനെ കാണണം, നിങ്ങൾ മനുഷ്യനെ കാണരുത്. നിങ്ങൾ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാലുള്ള പ്രശ്നം, മനുഷ്യൻ്റെതായിട്ടുള്ള സ്വഭാവമുണ്ട്, മനുഷ്യൻ്റെതായിട്ടുള്ള നെഗറ്റീവ് ക്യാരക്ടറുണ്ട്. പക്ഷെ ദൈവത്തിന് ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഇല്ലാത്തവനാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, നല്ലവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അതായത് യേശു ക്രിസ്തു. പ്രാർത്ഥനയിലായിരിക്കുന്നവരായിരിക്കാം, നിങ്ങൾ മറ്റു മേഖലയിലായിരിക്കുന്നവരായിരിക്കാം. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നല്ലവന്റെ കൂട്ടുപിടിക്കുക, നല്ലവനിൽ കൂടെ നടക്കുക. നല്ലവനിൽ കൂടെ നടന്ന ആരും പന്നവനായ ചരിത്രമില്ല. പന്നവൻ വരെ നല്ലവനായ ചരിത്രമേ ഉള്ളൂ നല്ലവന്റെ കൂടെ നടന്നിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാലത്ത് ഡേർട്ടിയിൽ കിടന്നവരായിരുന്നു, ചേറ്റിൽ കിടന്നവരായിരുന്നു. ഇന്ന് ഞങ്ങൾ നല്ലവനാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നില്ല, പക്ഷെ ആകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ പറയുന്നു, നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ നല്ലവനെ ഉന്നം വെച്ച് നല്ലതിനു വേണ്ടി ഓടുവിൻ. ദൈവം നിങ്ങൾക്ക് നല്ലത് നൽകും. കാരണം നമ്മുടെ ദൈവമാണ് നല്ല ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് നല്ല ദൈവത്തിലേക്ക് യാത്ര ചെയ്യുവാൻ ഞങ്ങൾ നിങ്ങളെ ഈ ഡിസംബർ മാസത്തിൽ വെൽക്കം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ആമേൻ. ലിജു ബ്രദർ പറഞ്ഞ ഒരു വചനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നല്ലവൻ ഒരുവൻ മാത്രം എന്ന് പറഞ്ഞല്ലേ, അത് യേശുക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് ഒരു വ്യക്തി ചോദിച്ചു, നല്ലവനായ ഗുരു എന്ന് വിളിക്കുമ്പോൾ യേശു ചോദിക്കുന്നു, നീ എന്തുകൊണ്ടാണ് എന്നെ നീ നല്ലവനെന്ന് വിളിക്കുന്നത്?
എന്നിട്ട് യേശു പറയുന്നു, നല്ലവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ദൈവമാണ്. അതായത് നീ എന്നെ ദൈവമായി കണ്ടുവോ? നല്ലവനായ ദൈവമായി എന്നെ കാണാൻ നിനക്ക് ഇടയായോ? അങ്ങനെ സാധിച്ചോ? നിന്റെ ഉൾക്കണ്ണ് തുറന്നോ? ആ ഉൾക്കണ്ണ് തുറക്കുകയാണ് ഒരു സുവിശേഷം. പ്രിയ ഡിനോ ബ്രദറിനും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ നല്ലവനായ ദൈവം ചെയ്തു കൊടുത്ത ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ഈ യാത്രയെക്കുറിച്ചും എന്താണ് പ്രിയ ഡിനോ ബ്രദറെ? പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, നമ്മള് ഇന്നലെ രാത്രി മുതൽ ഞങ്ങള് ഇതുപോലെ പ്രയറിന് വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് വളരെ തീക്ഷ്ണതയോടെ ആഗ്രഹിച്ചിരുന്നത്. ഇന്നലെ വൈകിട്ട് ഇറങ്ങണം എന്നുള്ള ചിന്തയിലായിരുന്നെങ്കിലും ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇന്ന് രാവിലെ ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. ആത്മാവിൽ വളരെ ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥനാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മലയുടെ മുകളിലേക്ക് ഞങ്ങൾ പോകുമ്പം യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാര വിഷയങ്ങള്, യേശുവിനെ കുറിച്ച് സംസാരിച്ച് നമ്മൾ പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ സഹോദരങ്ങളോടൊപ്പം പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയെടുക്കുകയാണെങ്കിൽ ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ ക്രിസ്തുവിൽ കൂടുതൽ കൂടുതൽ വളരാനായിട്ട് ഇടയാകും. ലൗകികമായ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തുള്ള യാത്രകൾ ഒരുപാട് മക്കൾക്കുണ്ട് യാത്രകളിൽ. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ച് നമ്മൾ പോകുമെങ്കിൽ ഓരോ നിമിഷവും നമ്മുടെ ആത്മീയത, നമ്മുടെ ആത്മീയ ശക്തി, ഇതെല്ലാം അത്യധികം വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ മാത്രമേ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മറിച്ച് ലോകത്തിന്റെ കഥകളാണ് നമ്മുടെ യാത്രകളിലും നമ്മുടെ സഹോദരങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരിക്കലും ആത്മീയതയിൽ വളരാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, ദൈവത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു വ്യക്തിയാണെങ്കിൽ, അവർ പൂർണ്ണമായും തൻ്റെ ശരീരവും ആത്മാവും ദൈവത്തിന് സമർപ്പിക്കുക, ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാനും ക്രിസ്തുവിനെ കുറിച്ച് മാത്രം സംസാരിക്കാനും നമുക്കിടയാകണം. അത് ഒരേ ആത്മാവിലാകുമ്പോൾ, എല്ലാവരും ഒരുമിച്ച് ചേർന്നാകുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ ബ്ലെസ്ഡ് ആകാൻ തുടങ്ങും, നമ്മൾ അനുഗ്രഹീതരാകാൻ തുടങ്ങും. കർത്താവ് തൻ്റെ ഹിതമനുസരിച്ച് നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് ഉത്തേജിപ്പിക്കും. എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പോകണം എന്ന് തൻ്റെ അഭിഷ്ടമനുസരിച്ച് അവിടുന്ന് നമ്മളെ പ്രവർത്തന നിരതരാകും. ക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണമായി നമ്മളെ സമർപ്പിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മളെ പൂർണ്ണമായി നമ്മളെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഏത് വിധത്തിൽ പോകണമെന്ന് പരിശുദ്ധാത്മാവ് തന്നെ തീരുമാനിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. വിശുദ്ധ പത്രോസ് ലീഹായോട് പറഞ്ഞതുപോലെ, ആദ്യ നാളുകളിൽ നീ തന്നെ നിന്റെ യാത്ര നീ ക്രമപ്പെടുത്തി, എന്നാൽ അവസാനമാകുമ്പോൾ അവർ വന്ന് നിന്റെ അരമുറുക്കും, അവർ നിന്നെ നയിക്കും എന്ന് യേശു ക്രിസ്തു പറയുന്നുണ്ട് പത്രോസിനോട്. അതുപോലെ തന്നെ നമ്മൾ പൂർണ്ണമായും കർത്താവിലേക്ക് നമ്മളെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം ഏത് തലത്തിൽ പോകണം, ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്ന് യേശു ക്രിസ്തു തന്നെ നമ്മുടെ മേൽ പദ്ധതി ഉണ്ടാക്കുകയും അതനുസരിച്ച് നമ്മളെ നയിക്കുകയും ചെയ്യും. ആ ക്രിസ്തുവിൽ പൂർണ്ണമായി നമ്മളെ സമർപ്പിക്കുമ്പോൾ കർത്താവിന്റെ കൃപയാലും ശക്തിയാലും നമ്മളെ ദൈവ രാജ്യത്തിൽ കൊണ്ടെത്തിക്കുന്നത് വരേക്കും അവിടുന്ന് നമ്മളെ കൈവിടാതെ അവിടുന്ന് നമ്മളെ കാത്തു പരിപാലിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.